നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2006 ഡിസംബർ മാസം വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലം എന്താണ് പുണർന്ന നക്ഷത്രക്കാരുടേത് എന്നൊന്ന് നോക്കാം. പുണർന്ന നക്ഷത്രക്കാർക്ക് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ വർഷത്തിൽ യോഗമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. നല്ല ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാഗ്യം വർദ്ധിച്ച് നല്ല തൊഴിൽ കിട്ടുക, വിദേശയാത്ര മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തിൽ സാധിക്കും. ഗവൺമെൻറ് ജോലിക്കും യോഗമുള്ളത് കാരണം കൊണ്ട് ഗവൺമെൻറ് ജോലി കൈവശം വരാനുള്ള സാധ്യതയുള്ളൊരു വർഷമാണ്. അപ്പോൾ കുറേ നാളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും വേണ്ട രീതിയിലുള്ള ഗുണഫലങ്ങൾ കിട്ടാതെ ഇരുന്നിട്ടുള്ളവർക്ക് പോലും ഈ സമയത്ത് ഈ 2026 ജൂൺ മാസത്തിന് ശേഷം ഇങ്ങോട്ട് തൊഴിലിൽ അഭിവൃദ്ധി, ഉയർച്ച, സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ മുതലായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും. എന്നാൽ സഹായിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമാവുകയോ അതല്ലെങ്കിൽ അവർക്കുള്ള രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനിട വരികയോ ചെയ്യും. പ്രധാനമായിട്ടും ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് പ്രവൃത്തി ചെയ്താൽ നമുക്ക് അനുകൂലമായ ഗുണഫലം ഉണ്ടാകും എന്ന് മനസ്സിലാകാതെ ഇരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയിലൂടെയാണ് ജൂൺ മാസം വരെ കടന്നു പോവുക. ജൂൺ മാസത്തിന് ശേഷം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വളരെ അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുണ്ടാകും. ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള സഹായങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. എന്താണെങ്കിലും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ സ്ഥാനത്തുള്ള വ്യക്തികളുടെ രോഗാവസ്ഥ കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് വിഷമം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായിട്ട് ചിലപ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനും ചില മത്സരങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. എന്തായാലും ജൂൺ മാസം കഴിയണം. ജൂൺ മാസം മുതലാണ് ദൈവാധീനം വർദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി അഭിവൃദ്ധിയിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനായിട്ട് പുണർന്ന നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ വാഹനലാഭം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് യോഗം ഉണ്ടാകും. എന്നാൽ ഈ ഒക്ടോബർ മാസം 30-ാം തീയതി 31-ാം തീയതിയാണെന്ന് തോന്നുന്നു വ്യാഴത്തിന് മാറ്റം വരിക. അപ്പോൾ വ്യാഴം 2-ൽ നിന്ന് 3-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ മേൽ പറയപ്പെട്ട രീതിയിലുള്ള ദൈവാധീനത്തിന് കുറച്ച് വരും. 3-ാം വ്യാഴം എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് അത്രയ്ക്ക് ഗുണമല്ലാത്ത കാരണമുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യണം. പിന്നെ ഓൾറെഡി കണ്ടകശനിയുടെ ദോഷപരിഹാരം ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, എള്ള് പായസം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ശനിദോഷം പരിഹാരം വരുത്തുകയും അതിനോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ അതിനോടൊപ്പം തന്നെ നാഗപൂജ, രാഹുകേതുക്കളുടേതായിരിക്കുന്ന രാഹുപൂജ, കേതുപൂജ എന്നിവ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ 2026 പുണർന്ന നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധിയുടേയും അതുപോലെ തന്നെ നല്ല ഉയർച്ചയുടെയും വർഷമായിട്ടാണ് കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.